ബൈക്കിൽ കറങ്ങി UAE ആസ്വദിക്കാൻ മലയാളികളടക്കമുള്ള ബൈക്ക് റൈഡർമാർ ഇന്ത്യയിൽ നിന്ന് ദുബായിലെത്തി. 5 ദിവസം UAEയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ബൈക്ക് ഓടിച്ച ഇവർ മനസ്സ് നിറഞ്ഞാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. നാല് വനിതകളടക്കം 8 റൈഡർമാർ, അവരിൽ 6 പേർ മലയാളികൾ. ഇന്ത്യ മുഴുവൻ കറങ്ങി റെക്കോർഡിട്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. പക്ഷേ UAE അവർക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഇന്ത്യയിൽ 5000 കിലോമീറ്റർ ഒറ്റ വീലിൽ സൈക്കിൾ ഓടിച്ച് റെക്കോർഡുള്ള കണ്ണൂർ സ്വദേശി സനീദിന് ഇനി UAEയിൽ അത്തരമൊരു ശ്രമമാണ് സ്വപ്നം. ചെറിയൊരു കുളത്തുനിന്ന് വലിയൊരു സമുദ്രത്തിലെത്തിയൊരു ഫീലായിരുന്നു. പിന്നെ ഇവിടുത്തെ റൂൾസും എല്ലാം ഭയങ്കരമായിട്ട് ജീവിക്കുന്ന ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ജീവിക്കണം എന്ന് തോന്നിപ്പോയി. പിന്നെ ഇവിടെ ഞാൻ കണ്ടതിലൊരു ഇതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ പോലും മീൻസ് മാൻമെയ്ഡായിട്ട് ഇവരെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാട്ടർഫോൾസ് ആണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ഉണ്ട് ദുബായ്. ഞാൻ ആദ്യം വിചാരിച്ച വെറും പണിയെടുക്കാൻ വേണ്ടി വരിക, പണിയെടുത്ത് പോകുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ വന്ന് സെറ്റിലാവാൻ മാത്രമേ ഉണ്ട് ദുബായ്. കന്യാകുമാരി മുതൽ കശ്മീർ വരെ ബൈക്കിൽ കറങ്ങിയ ദമ്പതികളാണ് വരുണും അശ്വതി ഉണ്ണികൃഷ്ണനും. മല്ലു റൈഡർ ഗേൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഇവർ UAEയിലേക്ക് താമസം മാറാൻ വരെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഈ സ്കൈലൈൻസിനെക്കാളും കൂടുതൽ എനിക്ക് ഇവിടുത്തെ റോഡാണ് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ റൈഡ് ബട്ടർ സ്മൂത്ത് ആണ് റോഡ്സ്. ഞാനിങ്ങനെ ഓരോ പാച്ചസ് ഒക്കെ കാണുമ്പോൾ ഞാൻ കുറച്ച് കോൺഷ്യസ് ആയിട്ട് ഓടിക്കാൻ നോക്കും. നമ്മുടെ നാട്ടിൽ അൺഈവൺ ആയിട്ടുള്ള പാച്ചസ് ആണല്ലോ റോഡ് ടാർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അത് ലൈക്ക് സീംലെസ് ആയിട്ട് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ വലിയൊരു കാര്യമാണ്. ക്ലെൻലിനെസ് നമ്മൾ ഒരു പേപ്പറും. ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തതാണ് റോട്ടിലോ അല്ലെങ്കിൽ വാഷ്റൂംസ് ഒക്കെ ഭയങ്കര ക്ലിയർ ആണ്. വേസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും റോട്ടിലില്ല. ഇന്ത്യയിലാകുമ്പോൾ നമുക്കറിയാലോ. ഞാനിങ്ങനെ ഡിഗ്രേഡ് ചെയ്യും നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും. എനിക്ക് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ കാര്യങ്ങൾ പറയണല്ലോ. ആ ഒരു ക്ലെൻലിനെസ് എനിക്ക് ഇന്ത്യയിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ വാഷ്റൂംസ് ആണെങ്കിലും ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം. ഐ മസ്റ്റ് സേ, ഞാൻ നാട്ടിൽ പോകുമ്പോൾ ചില സെലക്റ്റഡ് പെട്രോൾ പമ്പ്സിൽ മാത്രമാണ് പോകുന്നത്, ക്ലീൻ ആയിട്ടുള്ള നോക്കിയിട്ടുള്ള പെട്രോൾ പമ്പ്സിൽ. പക്ഷെ ഇവിടെ ആകുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല, ടെൻഷൻ്റെ ആവശ്യമില്ല. ആക്ച്വലി ബുർജ് ഖലീഫ ഒരു വ്യത്യസ്തമായിട്ടൊരു അനുഭവം. അതിന്റെ ടോപ്പ് നിന്നുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, മാജിക്കൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തേക്ക് എങ്ങനെയെങ്കിലും ഷിഫ്റ്റ് ആക്കിയാലോ. ഞങ്ങള് ഫസ്റ്റ് ഡേ എന്തായാലും ഇവിടെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം കുറച്ചാൾ കഴിഞ്ഞിട്ട്. ഓഫ് റോഡ് ട്രെയിനറും മോട്ടോർ സ്പോർട്സ് അത്ലറ്റുമായ മുഹമ്മദ് ഇർഫാനും ഇവിടുത്തെ റോഡുകളുമായി പ്രണയത്തിലായി. അതായത് ഇവൻ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളാണ്, പല സിഗ്നൽസും അതുപോലെ തന്നെ ഒരു റോഡിൽ എങ്ങനെ ഓടിക്കണം, ട്രാഫിക് ലൈൻ എങ്ങനെ പാലിക്കണം എന്നൊക്കെ നമ്മുടെ നാട്ടുകാർ ഇവിടെ വന്ന് കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അതൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. നമ്മൾ പോയ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ നമ്മൾ അബുദാബി സിറ്റി ടൂർ ആയിരുന്നു. നമ്മുടെ ഗ്രാൻഡ് മോസ്ക് അങ്ങനെയുള്ള പിന്നെ കുറച്ച് സ്ഥലങ്ങൾ, സത്യം പേര് മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ദുബൈയിലേക്ക് വന്നു. എവർഗ്രീൻ ആയിട്ടുള്ള നമ്മൾ ബുർജ് ഖലീഫ വിസിറ്റ് ചെയ്തു. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ ദുബായ് മോള് പോയി. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് നമ്മൾ UAEയുടെ ഈസ്റ്റ് കോസ്റ്റ് സൈഡായിട്ടുള്ള നമ്മുടെ ഫുജൈറ, അതുപോലെ തന്നെ ഹത്ത, ഗോർഫഖാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. തിരിച്ചു വീണ്ടും ദുബൈയിൽ വന്നു. ഓട്ടോമൊബൈൽ കണ്ടന്റ് ക്രിയേറ്ററായ രാജസ്ഥാൻ സ്വദേശി ആശ്ലേഷ, സോളോ ബൈക്ക് റൈഡിലൂടെ ശ്രദ്ധേയായ അസം സ്വദേശി പ്രിയ ഗൊഗോയ്, വൈപ്പർ പൈലറ്റ്, ലൂൺ വാനില എന്നീ പേരുകളിൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന മലയാളി റൈഡർ ദമ്പതികൾ എന്നിവരും ദുബൈയിലെത്തിയ സംഘത്തിലുണ്ടായിരുന്നു. റൈഡർ ബൈക്ക് റെന്റിംഗ് സ്ഥാപനമായ റൈഡ് ഓൺ, ടൂറിസം കമ്പനിയായ ഡെസ്റ്റിനാറോ എന്നിവയാണ് ഈ റൈഡർമാർക്ക് UAE ചുറ്റിയടിക്കാൻ സൗകര്യമൊരുക്കിയത്. രോമാഞ്ചം സിനിമയിലൂടെ ശ്രദ്ധേയയായ നടി സ്നേഹ മാത്യുവും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. മീഡിയ 1 ദുബായ്.